ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ അഴിച്ചുമാറ്റി തുടങ്ങി. വട്ടപ്പന്തലിനായി ഉപയോഗിച്ച ഓല കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോയി. തേക്കിൻകാലുകൾ ഇനി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സൂക്ഷിക്കാം. വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ സ്ഥാപിച്ച വട്ടപ്പന്തൽ കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു പന്തലിന്റെ നിർമ്മാണം. 101 തേക്കിൻകാലുകൾ, മുള, ഓല, വാരി എന്നിവ കൊണ്ടാണ് പന്തലൊരുക്കിയത്. 1 മാസത്തോളം നീണ്ട പരിശ്രമത്തിന്റെ ഭാഗമായാണ് വട്ടപ്പന്തൽ ഒരുക്കിയിരുന്നത്. വിഷുവിളക്കുത്സവം അവസാനിച്ചതോടെയാണ് വട്ടപ്പന്തൽ അഴിച്ചുമാറ്റുന്നത്. വട്ടപ്പന്തലിനായി നിർമ്മിച്ച തേക്കിൻ തൂണുകൾ ക്ഷേത്രത്തിൽ സൂക്ഷിക്കും. ഇത് വരും വർഷങ്ങളിലും ഉപയോഗിക്കും. വട്ടപ്പന്തലിലായി ഉപയോഗിച്ച ഓല കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവത്തിന് പന്തൽ ഒരുക്കുന്നതിനായി കൊണ്ടുപോയി. മുളയും മറ്റ് അനുബന്ധ സാധനങ്ങളും വിൽപ്പന നടത്തും. വട്ടപ്പന്തൽ ഇപ്പം ഉത്സവത്തിന് 1 മാസം മുമ്പേ വട്ടപ്പന്തലിൻ്റെ പണി തുടങ്ങി. അപ്പോൾ വട്ടപ്പന്തലിന് ഇത്ര തേക്കിൻകാല്, 101 തേക്കിൻകാല്, 1000-ലധികം മുളകൾ, 10,000-കണക്കിന് ഓലകൾ. പലതവണ ഈ വട്ടപ്പന്തൽ ഇന്നത്തെ പുതിയ ഇതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് പന്തലാക്കാമെന്ന് ഒരു ശ്രമം പലതവണയായിട്ട് നടന്നിട്ടുണ്ട്. ദൈവഹിതം അത് വേണ്ടായിരുന്നു. തനിമയോടെ എൻ്റെ ഓല വിട്ട വട്ടപ്പന്തലിൽ വേണം എന്നും പറഞ്ഞത്. ആ തനിമ നല്ല ആൾ ഇഷ്ടപ്പെടുകയോ മാത്രമല്ല, എല്ലാവരുടെ മനസ്സിൽ വട്ടപ്പന്തൽ ഒരു ദീപസ്തംഭം മഹാശരീരമാണ്. വട്ടപ്പന്തൽ എന്നും ഗൃഹാതുരതയുടെ ഓർമ്മകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. വിദേശത്തുള്ളവർ പോലും അവധിയെടുത്ത് നാട്ടിലെത്തി ഉത്സവാഘോഷത്തിൽ വട്ടപ്പന്തലിൽ ഒത്തുചേരാറുണ്ട്. ഇനി വീണ്ടും ഒരു വിഷുവിളക്കുത്സവത്തിനുള്ള കാത്തിരിപ്പാണ് ചെറുകുന്നുകാർക്ക്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.